ശോഭ ഗാർമെൻറ്റ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ സാരി ബ്ലൗസിൻ്റെ അവസാന ഭാഗമാണ്. ഇതുപോലെ അളവ് ബ്ലൗസ് വെച്ച് എല്ലാവർക്കും തയ്ക്കാവുന്നതാണ്. എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ എനിക്ക് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോയിലേക്ക് പോവാം. ഇതാണ് ആ ബ്ലൗസ് തയ്ച്ച് വെച്ചേക്കുന്നതാണ്. ബാക്കി നമുക്ക് ഇന്നത്തേൽ കാണിക്കാം. ഇന്ന് ബാക്കി തയ്ക്കണം എങ്ങനെയെന്ന് എടുക്കുകയാണ്. ഇനി ഇത് ബാക്ക് പീസിൻ്റെ നമ്മൾ കൈത്തയിൽ തയ്ക്കാനാണ് ഇങ്ങനെ മടക്കി വെച്ചേക്കുന്നത്. തച്ചില്ല, അത് ഇങ്ങനെ വെച്ചേക്കുന്നത്. അതും പിടിച്ച് ഈ ഫ്രണ്ട് പീസിൻ്റെ സൈഡും ബാക്ക് പീസിൻ്റെ സൈഡും കൂടെ ഒത്തു വയ്ക്കണം. ഒത്തു വെച്ച് ഈ ഉളുമ്പി കൂടെ ഒരടി അടിക്കണം. നമ്മൾ അളവ് നോക്കാതെ അല്ലേ തയ്ക്കുന്നത്, അതുകൊണ്ട് ഈ ഉളുമ്പി കൂടെ ഒരു തയ്യലങ്ങ് തയ്ക്കണം. ഇങ്ങനെ തച്ച് തച്ചിട്ട് മിച്ചമുള്ളതിനെ നമ്മൾ ഇതിൽ മിച്ചമുണ്ടല്ലോ അതിനെ വെട്ടിക്കളയണം. കയറ്റി ഫ്രണ്ട് കൈക്കുഴിയുടെ കണക്കിന് വെട്ടരുത്. ഫ്രണ്ട് കൈക്കുഴി ഇറക്കിയാണ് വെട്ടണം. നമ്മൾ ബാക്ക് പൊങ്ങിയല്ലേ ഇരിക്കണം, അത് ആ കണക്കിന് ഇവിടെ വശത്തിൻ്റെ ഭാഗത്ത് മാത്രം നമ്മൾ കുറച്ച് വെട്ടി മതി, ബാക്കി വെട്ടണ്ട. ഇനി അതുപോലെ ഇപ്പുറത്തെ സൈഡും കൂടെ അതുപോലെ തയ്ക്കണം. ഈ സൈഡിൽ രണ്ട് സൈഡും നമ്മൾ ചേർത്തടിച്ച് ഇനി നമുക്ക് കൈ വെച്ച് തയ്ക്കാം. കൈ തയ്ക്കേണ്ടതും കൈ മടക്കി തയ്ച്ചിട്ടില്ല, ഞാൻ അവസാനമാണ് കൈ മടക്കി തയ്ക്കുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മൾ മടക്കി തയ്ക്കണം. ആ കണക്കിന് ഇട്ടിട്ട് ബാക്കി ചേർത്തടിക്കാം ആദ്യം. ഇപ്പോൾ ഇതിൽ മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഫ്രണ്ട് എടുത്ത് വെച്ച് വെട്ടിയിരിക്കണം. അത് ഫ്രണ്ടിൽ വരണം, മറ്റ് വെട്ടാത്ത പീസ് ബാക്കിൽ വരണം. അപ്പം ആ മാർക്ക് ചെയ്തത് ഈ ഇവിടെ വരണം. കൈ രണ്ടും കൂടെ ചേർത്ത് വയ്ക്കണം. അത് നോക്കിക്കോണം. കൈ മാർക്ക് ചെയ്തേക്കണം. വെട്ടിയ വശം ബാക്കിൽ പോയാൽ ബ്ലൗസ് നന്നാവില്ല. ഷോൾഡറിൻ്റെ ആ ഭാഗത്തോട്ട് കൈ കൊണ്ട് കയറിയതുപോലെയൊക്കെ ഇരിക്കും. ഉറപ്പ് ഫ്രണ്ട് കൈ തന്നെ എന്ന് ഉറപ്പ് വരുത്തിയിട്ട് തയ്ക്കാവുള്ളൂ. കൈ രണ്ട് കൈയും രണ്ട് തയ്യൽ തയ്ക്കണം. രണ്ട് കൈയും ഇതുപോലെ വെച്ച് ഇതേപോലെ രണ്ട് കൈയും തയ്ച്ചെടുക്കണം. രണ്ട് കൈയും തച്ച് കഴിഞ്ഞു. രണ്ട് വശത്തെയും കൈ വെച്ച് പിടിപ്പിച്ച് ഇനി നമുക്ക് അത് ചേർത്ത് ബാക്കി തയ്ക്കാം. ഇതുവരെ തച്ച് വെച്ചേക്കില്ല, അതിങ്ങോട്ട് ഇങ്ങോട്ട് തയ്ക്കാം. അത് ഈ ഉളുമ്പി കൂടെ വന്നാൽ മതി. പിന്നീട് നമുക്ക് അളന്ന് പിന്നെ തയ്ക്കാം. ഈ കൈക്കുഴിയുടെ ഈ കൈ വന്നേക്കുന്ന രണ്ട് തയ്യൽ ഒരിടത്താണെന്ന് നോക്കണം. രണ്ടും വയ്ക്കുമ്പോൾ ഒരേപോലെ വരണം. അങ്ങോട്ട് കയറി ഇറങ്ങി ഇരിക്കരുത്, ഒരേപോലെ തന്നെ ഇരിക്കണം. അങ്ങനെ തയ്ച്ച് വരണം. എന്നിട്ട് നമ്മൾ എത്രയാണ് കൈ മടക്കി തയ്ക്കാൻ വേണ്ടത് ആ കണക്കിന് വെച്ചിട്ട് ഇങ്ങനെ മടക്കണം. കൈത്തയ്യൽ നമുക്ക് പിന്നെ തയ്ക്കാം. എല്ലാം തച്ച് ചെന്നിട്ട് കൈത്തയ്യൽ തയ്ക്കാം. ഇങ്ങനെ ഒരു തയ്യൽ തച്ച് വെച്ചിട്ട് പിന്നെ മൊത്തം തീർത്തിട്ട് പിന്നെ നമുക്ക് വണ്ണം കറക്റ്റ് ചെയ്യാം. അങ്ങനെ രണ്ട് കൈയും തച്ച് സൈഡ് ഇങ്ങനെ ചേർത്തടിച്ചേക്കാണ്. ഇനി നമുക്ക് കഴുത്ത് വെച്ചേക്കാം.
കഴുത്തിൻ്റെ പീസെല്ലാം ചേർത്ത് തയ്ക്കണം. ക്രോസ് പീസാണ് അതിങ്ങനെ ചരിഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ വെട്ടിക്കളയാതെ ചരിച്ച് തന്നെ വെച്ച് തയ്ക്കണം. ഇതേപോലെ വെച്ച് വേണം തയ്ക്കാൻ. ഇങ്ങനെ വെച്ച് തയ്ക്കണം. തയ്ച്ച് ഇനി ഇത് നമ്മൾ കഴുത്തിൽ വെച്ച് തയ്ക്കാം. ഇങ്ങനെ വെച്ച് ചുറ്റിലും തയ്ക്കണം. ഇതുപോലെ ചുറ്റിലും തയ്ക്കണം. ഇനി നമുക്ക് കഴുത്ത് ഇത് വെച്ച് തയ്ച്ച് കഴിഞ്ഞ് ഇനി നമുക്ക് പതിച്ച് തയ്ക്കാം. അതിൻ്റെ പുറത്തൂടെ പതിച്ച് കഴിഞ്ഞാൽ കഴുത്തിൽ കഴുത്തിൻ്റെ പീസ് വെച്ച് ക്രോസ് പീസ് വെച്ച് തയ്ച്ച് കഴിഞ്ഞ് ഇനി നമുക്ക് ഇതിങ്ങനെ മടക്കി കൈത്തയിൽ തയ്ക്കണം. അതിൽ അവസാനം എല്ലാം കൂടെ കൈത്തയിൽ വയ്ക്കും. ഇനി നമുക്ക് സൈഡ് അളവെടുത്ത് അടയാളപ്പെടുത്താം. നമ്മൾ അളവ് ഇനി കറക്റ്റ് ആക്കണം. ഈ ബ്ലൗസിൻ്റെ കൈവണ്ണം ആദ്യം പിടിക്കണം. എത്രയാണ് കൈവണ്ണം? ഇതിൽ നമുക്ക് വേണ്ടത് 5.25 വേണം. 5.25 വേണമെങ്കിൽ ഇവിടെ നമ്മളെ ബ്ലൗസിലും 5.25 അടയാളപ്പെടുത്തണം. ഇത്രയാണ്. ബാക്കിയുള്ളത് നമ്മൾ തയ്ച്ചിട്ട് വെട്ടിക്കളയാം. ബാക്കിയുള്ളത് കൈക്കുഴി എത്രയെന്ന് നോക്കാം. കൈക്കുഴി 8 ഇഞ്ച് മതി. ബാക്കിയുള്ളതിനെ നമ്മൾ കട്ട് ചെയ്ത് കളയാം. 8 ഇഞ്ച് ഇവിടെ അടയാളപ്പെടുത്തി. ഇത്രയും ബാക്കിയുണ്ട്. കുറച്ച് അത്ര ഫുള്ളായിട്ട് ഇടണ്ട, കുറച്ചങ്ങ് കട്ട് ചെയ്ത് കളയാം. എന്നിട്ട് ഇവിടെ ഒന്നിങ്ങനെ എന്തൊക്കെ ഇടുപ്പ് വണ്ണം നോക്കണം. ഇടുപ്പ് വണ്ണം എത്രയാണെന്ന് നോക്കണം. ഇങ്ങനെ ചുറ്റിലും ബ്ലൗസിൻ്റെ അളവിൻ്റെ ബ്ലൗസ് എടുത്ത് ഇതിലെത്രയാണുള്ളതെന്നുള്ളത് നോക്കി അപ്പോൾ 28 ഇഞ്ചാണ് ഇതിൽ വേണ്ടത്. അപ്പോൾ ആ നമ്മൾ തയ്ച്ച ബ്ലൗസിൻ്റെതും എടുത്ത് ചുറ്റിലെ അളവ് പിടിക്കണം. ഇതിൽ അളവ് ബ്ലൗസിൽ പിന്നെ 6 ഇഞ്ച് കൂടുതൽ, 28 പോയിട്ട് 6 ഇഞ്ച് വരെ കൂടുതൽ കിടക്കുകയാണ്. അപ്പം നമുക്ക് അതിന് 6 ഇഞ്ചാകുമ്പോൾ 1.5 ഇഞ്ച് വീതം അപ്പുറത്ത് ഇവിടെ 1.5 3 അപ്പുറത്ത് സൈറും അത് കുറച്ച് ഇതിങ്ങനെ നൂത്തങ്ങ് തയ്ക്കണം. തയ്ച്ച ശേഷം നമുക്ക് അളവെടുത്ത് വെച്ച് ഒന്നേന്ന് കറക്റ്റ് ചെയ്യാം. ഇത്രയും മൂന്ന് തയ്ക്കണം. ഇത് ഒരു തയ്യൽ തയ്ച്ചിട്ട് നമ്മൾ ഇങ്ങനെ പിടിച്ചു നോക്കണം. ഈ അളവ് ബ്ലൗസ് കറക്റ്റാണെന്ന് നോക്കണം. ടാപ്പ് വെച്ച് പിടിക്കണതൊക്കെയാണ്. ഇങ്ങനെ വെച്ച് ഇത് രണ്ടും ഒപ്പമാണെന്ന് ഉളുമ്പുകൾ നോക്കി ഇളുത്ത് പിടിച്ച് നോക്കണം. ഇതിങ്ങനെ വരണം. അത് ഇടുപ്പ് വണ്ണം അങ്ങനെ ഇട്ടി ഇത് നെഞ്ച് വണ്ണം പിടിക്കണം. നെഞ്ച് വണ്ണം അളവ് ബ്ലൗസിൻ്റെ കൈക്കുഴി എടുത്തിട്ട് നമ്മൾ തച്ച ബ്ലൗസിൻ്റെ കൈക്കുഴിയും കൂടെ ഒപ്പം വെച്ച് പിടിക്കണം. ഇങ്ങനെ പിടിച്ചിട്ട് ഇതിൻ്റെ അളവ് ബ്ലൗസിൻ്റെ കൈക്കുഴി എടുക്കണം. അതിപ്പുറത്ത് നമ്മൾ ഒത്തെളുത്ത് പിടിക്കണം. പിടിച്ചിട്ട് ഈ കറക്റ്റാണോ കറക്റ്റാണ്. ഒരു നൂല് വ്യത്യാസമുണ്ട്. അത് കുഴപ്പമില്ല. അത് നമുക്ക് ഒരു കയ്യിലൂടെ തയ്ച്ച് കൊടുക്കാം. കൈക്കുഴിയുടെ നോക്കണം. കൈക്കുഴി കറക്റ്റാണ്. ഇതെല്ലാം നോക്കിയ ശേഷം 2 തയ്യലും കൂടെയൊക്കെ തയ്ച്ച് എടുക്കണം. ഇനിയുള്ളത് കൈത്തയ്യലാണ്. കൈത്തയ്യലും തയ്ച്ച് കൈത്തയ്യൽ
പിന്നെ മടക്കി ഹെമ്മിങ് ചെയ്യണം. മടക്കി വെച്ച് കഴുത്തും ഇടുപ്പും കൈയും തച്ച് തുണി തേച്ച് കൊടുക്കണം. ഇത്രയേ ഉള്ളൂ ബ്ലൗസിൻ്റെ.